ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. കാർത്തിക മുക്കാല്, രോഹിണി, മകരത്തിന്റെ പകുതി ഈ നക്ഷത്രങ്ങൾ ചേർന്ന ഇടവക്കൂറുകാർക്ക് ജൂൺ മാസം അവസാന പകുതി എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. ആദ്യമായി ഗ്രഹസ്ഥിതി നോക്കാം. സൂര്യനും ബുധനും ഗുരുവും മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ശനി മീനൻ രാശിയിലും ശുക്രൻ ഇടവൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശുക്രന്റെയും കേതുവിന്റെയും സ്ഥിതി ചിങ്ങൻ രാശിയിൽ. ഇതാണ് ഗ്രഹസ്ഥിതി. രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു ഈ കൂറുകാർക്ക് വളരെ അനുകൂലമാണ്. ലൗകിക സുഖങ്ങൾ നേടിക്കൊടുക്കും. എല്ലാ രംഗത്തും നേട്ടം ഉണ്ടാവും. ദമ്പതിമാർക്ക് കൂടിച്ചേരുവാനുള്ള അവസരം നൽകും. വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തിച്ചേരുവാൻ കഴിയും. ധനപരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ കൂറുകാർക്ക് കഴിയും. ശത്രുക്കളെ ഇല്ലാതാക്കുവാനുള്ള അവസരവും കൂടിയാണ് ഇത്. ശത്രുക്കൾ മിത്രങ്ങളായി മാറും. എന്നാൽ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഈ ഫലങ്ങൾക്ക് എതിരായ ഫലമാണ് നൽകുന്നത്. സാമ്പത്തിക ക്ലേശമുണ്ടാക്കും. മാനസികമായ ബുദ്ധിമുട്ടുകൾ വരും. അന്യന്മാരുടെ വഞ്ചനയ്ക്ക് വിധേയരാകുവാനുള്ള സാധ്യതയും ഉണ്ട്. സാമ്പത്തികമായി മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഓൺലൈൻ തട്ടിപ്പുകളിലും മറ്റും അകപ്പെടാതെ കരുതലുകൾ എടുക്കേണ്ടതാണ്. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാനോ കലഹിക്കുവാനോ സാധ്യതയുണ്ട്. 22-ാം തീയതി വരെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ വളരെ അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ്. നല്ല വാക്കിന് ഉടമയാകാനുള്ള അവസരമാണ്. സംസാരത്തിലൂടെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാനും അവരുടെ സ്നേഹവും ആദരവും പിടിച്ചു പറ്റുവാനും ഈ കൂറുകാർക്ക് കഴിയും. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർ ഉദ്ദേശിക്കുന്ന കോഴ്സുകളിലേക്ക് പ്രവേശനം നേടുവാൻ കഴിയും. മത്സര പരീക്ഷകൾ കഴിഞ്ഞ് ഫലം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വളരെ അനുകൂലമായ സമയമാണ്. എന്നാൽ 23-ാം തീയതി മുതൽ ബുധൻ 3-ാം ഭാവത്തിലേക്ക് മാറുന്നത് അനിഷ്ടഫലങ്ങളെ ചെയ്യും. ശത്രുഭയം ഉണ്ടാകും. ബന്ധുക്കളുമായി കലഹിക്കാനുള്ള സാധ്യത കൂടുതലാണ്. 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് അനുകൂലമാണ്. ലൗകിക സുഖം നേടാൻ കഴിയും. മറ്റുള്ളവരുമായി വളരെ സൗഹാർദ്ദത്തിൽ പെരുമാറുന്നതിനും ജീവിത വിജയം കൈവരിക്കുന്നതിനും ശ്രമിക്കും. ധനപരമായ നേട്ടം ഇവർക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. അന്യ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കുവാനും അവരിൽ നിന്നും ചില ലാഭങ്ങൾ കൊയ്യുവാനും അവസരം ലഭിക്കും. വലിയ പ്രതാപത്തോടുകൂടി സമൂഹത്തിൽ ജീവിക്കുന്നതിന് അവസരം ലഭിക്കും. നേതൃസ്ഥാനത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ധനപരമായ നേട്ടം ഉണ്ടാക്കും. സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കും. ആഡംബര ജീവിതം നയിക്കുവാൻ അവസരം ലഭിക്കും. വിശിഷ്ടമായ വസ്ത്രങ്ങൾ ലഭിക്കും. ഗൃഹോപകരണങ്ങൾ വാങ്ങിക്കുവാനുള്ള അവസരമാണ്. 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ കൂടുതലായി ദോഷഫലങ്ങളെ നൽകുന്നതാണ്. ദുർജന സംസർഗം മൂലം ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകും. യശസ്സിന് കളങ്കം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുമ്പോൾ വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. സ്ഥാനഭ്രംശം ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. ഉയർന്ന തസ്തികയിൽ നിന്നും താഴ്ന്ന തസ്തികയിലേക്ക് തരം താഴ്ത്തുവാനുള്ള സാധ്യത ഉണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ഉന്നത പദവിയിലിരിക്കുന്ന ആളുകൾ തങ്ങളുടെ പദവിക്ക് കോട്ടം തട്ടാതിരിക്കുവാൻ പ്രത്യേകമായ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. സാമ്പത്തികമായി നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. സാമ്പത്തിക രംഗത്ത് ഇടപെടുമ്പോൾ
നല്ല കരുതൽ കൊടുക്കേണ്ടതാണ്. 10ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ഈ കൂറുകാർക്ക് അനുകൂലമല്ല. എങ്കിലും കാര്യമായ ദോഷഫലത്തെ ചെയ്യുന്നില്ല. വിദേശയാത്രയ്ക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കും. അന്യരുടെ കാര്യത്തിൽ കൂടുതലായി താല്പര്യം കാണിക്കാൻ സാധ്യതയുണ്ട്. ഇതുമൂലം ദോഷങ്ങൾ വന്നു ഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്യുവാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. കേതുവും ഈ കൂറുകാർക്ക് അനുകൂലമല്ല. വാഹനം, വീട്, ഭൂമി ഇതൊക്കെ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം. അതുപോലെ തൻ്റെ സ്വത്തുക്കളൊക്കെ കൈമോശം വന്നു പോകുവാനുള്ള സാധ്യതയുള്ളതിനാൽ തങ്ങളുടെ സ്വത്തുക്കളൊക്കെ പരിപാലിക്കുന്നതിലും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് മഹാദേവന് ധാര കഴിക്കുന്നതും നമശിവായ മന്ത്രം ജപിക്കുന്നതും നല്ലതാണ്. ഭദ്രകാളി പ്രീതി വരുത്തുന്നതും സുബ്രഹ്മണ്യ സ്വാമിക്ക് വഴിപാടുകൾ ചെയ്യുന്നതും ദോഷഫലങ്ങൾ കുറയുവാൻ ഇടയാകും. ഗണപതി ഭഗവാന് പ്രീതികരമായ വഴിപാടുകൾ കഴിക്കുന്നതും ദോഷങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ജ്യോതിഷ ആവശ്യങ്ങൾക്കായി താഴെ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്.